പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തി ഞങ്ങൾ ജനങ്ങളോട് സ്വയം വിമർശനം നടത്തി. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാ. രാഷ്ട്രീയത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPMന്റെ വീഴ്ചകൾ ഒന്നൊന്നായി ഏറ്റുപറഞ്ഞ് മുൻ സ്പീക്കർ AN ഷംസീർ. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം പാർട്ടി നടത്തിയ സ്വയം വിമർശനത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഷംസീർ. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയം പാളി. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെ ശക്തമായി ആക്ഷേപിച്ചപ്പോൾ അതിനെ പാർട്ടി പ്രതിരോധിച്ചു. പക്ഷേ പ്രതിരോധ പ്രസ്താവനയിൽ ഒരു ഊക്കുണ്ടായിരുന്നില്ലെന്നും ഷംസീർ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം പയ്യന്നൂരിലും തളിപ്പറമ്പിലും പാറി. വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ ശക്തമായി ആക്ഷേപിച്ചപ്പോ അതിന് ഞങ്ങൾ പ്രതിരോധിച്ചു. പക്ഷേ പ്രതിരോധ പ്രസ്താവനയിൽ ഒരു ഊക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്വയം വിമർശനം നടത്തി. അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും സ്വാമി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ വിമർശനം നടത്തി. ഇങ്ങനെ നടത്താൻ കുഞ്ഞാലിയുടെ പാർട്ടിക്കല്ലാതെ വേറെ ആർക്കാ സാധിക്കുക? പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തി ഞങ്ങൾ ജനങ്ങളോട് സ്വയം വിമർശനം നടത്തി. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാ. രാഷ്ട്രീയത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ, ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ. ജനങ്ങൾ പറയുന്നു, സഖാക്കളെ നിങ്ങൾ തെറ്റ് പറ്റിയിരിക്കുന്നു, ആ തെറ്റ് ഞങ്ങൾ ഉൾക്കൊള്ളും, തിരുത്തും. മലപ്പുറം കളിക്കാവിൽ കുഞ്ഞാലി രക്തസാക്ഷി ദിനാചരണത്തിലാണ് ഷംസീർ ഇങ്ങനെ പറഞ്ഞത്. അയ്യപ്പ സംഗമം ഞങ്ങളുടേതല്ല, പക്ഷേ സർക്കാർ നടത്തിയതാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. പക്ഷേ അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന വായിക്കാൻ പാടില്ലായിരുന്നുവെന്നും പാർട്ടി സ്വയം വിമർശനം നടത്തിയിട്ടുണ്ടെന്നും ഷംസീർ വ്യക്തമാക്കി. ഇങ്ങനെ വിമർശനം നടത്താൻ കുഞ്ഞാലിയുടെ പാർട്ടിക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുകയെന്നും ഷംസീർ ചോദിച്ചു. പരാജയത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തി സ്വയം വിമർശനം നടത്തി. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണെന്നും രാഷ്ട്രീയത്തിൽ ജനങ്ങളാണ് യജമാനന്മാരെന്നും പറഞ്ഞു. ജനങ്ങളാണ് സഖാക്കളെ നിങ്ങൾക്ക് തെറ്റ് പറ്റിയിരിക്കുന്നുവെന്ന് പറയുന്നത്. ആ തെറ്റുകൾ ഉൾക്കൊണ്ട് തിരുത്തുകയും തിരിച്ചു വരുമെന്നും ഷംസീർ പറഞ്ഞു. UDFന് ഇപ്പോൾ മധുവിധു കാലമാണ്. ഞങ്ങൾ ഒന്നും മിണ്ടില്ല. 3 പേരല്ല മുഖ്യമന്ത്രിക്കായി മത്സരിച്ചത്. അവസാനം ചെന്നിത്തലയെ തൂഫാനാക്കി വിട്ടു. അദ്ദേഹം അതുകൊണ്ട് പോയെന്നും ഷംസീർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയിലാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.